സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് പന്ന്യൻ രവി തന്നെ ആദരപൂർവ്വം ക്ഷണിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, അച്യുതമേനോൻ ദിനം സിന്ദാബാദ്, അച്യുതമേനോൻ ദിനം സിന്ദാബാദ്. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, സഖാവ് മരിക്കുന്നില്ല, സഖാവ് മരിക്കുന്നില്ല, അച്യുതമേനോൻ മരിക്കുന്നില്ല, അച്യുതമേനോൻ മരിക്കുന്നില്ല. ഇൻകുലാബ് 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 സിന്ദാബാദ്. കേരളത്തിൻ്റെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും സംശുദ്ധമായി നമ്മുടെ നാട്ടിനെ പ്രവർത്തിച്ച് മാതൃകയാക്കിയ ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ്. കേരളത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതാൻ രൂപരേഖമുണ്ടാക്കിയ ഒരു നേതാവാണ് അദ്ദേഹം. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയ അച്യുതമേനോൻ അതിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ സമൂലമായ മാറ്റമാണ്. അന്നത്തെ കേരളത്തിൽ യന്ത്രവൽകൃത വ്യവസായങ്ങൾ എന്ന് പറയുന്ന ഒന്നില്ല. കയറ്, കശുവണ്ടി, കൈത്തറി, ബീഡി. പാവപ്പെട്ട മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി എല്ലാ പ്രദേശങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ജോലി അതായിരുന്നു. അവിടെ നിന്ന് മാറി ഈ കേരളം രാജ്യത്തിന് മാതൃകയാക്കുന്ന ഒരു വ്യാവസായിക മേഖലയിലേക്കുള്ള വളർച്ച വന്നത് അച്യുതമേനോന്റെ വളരെ ശാസ്ത്രീയമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം കേരളത്തിൽ 7.5 വർഷക്കാലം കേരളത്തിന് മുഖ്യമന്ത്രിയായി. ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട്, ഒരുപാട് കാലം ഭരിച്ച മുഖ്യമന്ത്രിമാരുണ്ടാവും. പക്ഷേ 7.5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ അടയാളപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയില്ല. ഒരു മുഖ്യമന്ത്രി എങ്ങനെ പ്രവർത്തിക്കണം, എന്തായിരിക്കണം നമ്മുടെ നാട്ടിൻ്റെ ജനജീവിതത്തിൽ അദ്ദേഹം സ്വാധീനിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്ന് അച്യുതമേനോൻ കൃത്യമായി ഇവിടെ വരച്ചു കാണിച്ചു തന്നു. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ചോദിച്ചാൽ രണ്ടഭിപ്രായമില്ല, സഖാവ് അച്യുതമേനോനാണ്. അച്യുതമേനോൻ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വരുത്തിയൊരു വലിയ മാറ്റം. ആ മാറ്റം വളരെ പ്രധാനമാണ്. കാരണം 7.5 വർഷക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിന്നീട് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ആവശ്യപ്പെട്ടു, എല്ലാവരും ആവശ്യപ്പെട്ടു തുടർന്ന് മത്സരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാനില്ല, ഞാൻ തെരഞ്ഞെടുപ്പ് നയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ മുന്നണി ജയിപ്പിക്കാം. ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? രാജ്യം മുഴുവൻ അടിയന്തരാവസ്ഥ, അടിയന്തരാവസ്ഥയുടെ കരാളത രാജ്യം മുഴുവൻ കാണുന്നു. ഡൽഹി നഗരം ബുൾഡോസർ വെച്ച് സകല പാവങ്ങളെയും അവിടുന്ന് ചതച്ചരച്ച് കൊല്ലുന്നു. ആ കാലത്താണ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി അച്യുതമേനോൻ. കേരളത്തിൽ അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇല്ല. ആകെ പറയാനുള്ളൊരു കേസുണ്ട്, രാജൻ കേസ്. ആ രാജൻ കേസിൽ ഉത്തരവാദി ആരാണെന്ന് പിന്നീട് കേരളത്തിലെ മന്ത്രിയായിരുന്ന ഒരു നേതാവ് അദ്ദേഹം രാജിവെച്ച് കോടതിയുടെ അന്നത്തെ വിധിയുടെ അടിസ്ഥാനത്തിൽ. അച്യുതമേനോൻ ആ കാര്യത്തിൽ പങ്കാളിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? അടിയന്തരാവസ്ഥക്കെതിരായി കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നായിരുന്നു മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തെ കേരളത്തിലെ ജനങ്ങൾ തള്ളിയത് 111 സീറ്റ് അന്നത്തെ മുന്നണിക്ക് നൽകിക്കൊണ്ട്, അച്യുതമേനോന്റെ മുന്നണിക്ക് നൽകിക്കൊണ്ട് ജയിപ്പിച്ചു. അച്യുതമേനോൻ അന്ന് മത്സരിച്ചില്ലെങ്കിലും നാടാകെ പറഞ്ഞു അച്യുതമേനോൻ അദ്ദേഹമാണ് കേരളം നയിക്കുന്നത്, അദ്ദേഹമാണ്. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റത്തിന്റെ എല്ലാ മേഖലകളും, ശാസ്ത്രരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കാൻ പറ്റുന്ന സാമൂഹ്യ ജീവിത സംവിധാനം അന്നാണ് കേരളത്തിൽ ഉണ്ടായത്. നമ്മൾ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാറപ്പുറത്ത് വെച്ച് ആദ്യത്തെ മുദ്രാവാക്യം കൃഷിഭൂമി കൃഷിക്കാരന്. ആ മുദ്രാവാക്യം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലാണ്. 1970 ജനുവരി മാസം 1-ാം തീയതി സഖാവ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. അപ്പൊ പറയുക മാത്രമല്ല, പ്രവർത്തിക്കലും നമ്മുടെ നാട്ടിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എത്ര വർഷം ഭരിച്ചു എന്നുള്ളതല്ല,
എത്ര വർഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു എന്നുള്ളതല്ല, ആ കാലത്ത് എന്തു ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരുപാട് ത്യാഗങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ജീവിതം നടത്തിക്കൊണ്ട് ഒളിവിലും ജയിലിലും എല്ലാം പ്രവർത്തിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നിയന്ത്രിച്ച സഖാവ് അച്യുതമേനോൻ വിനയാനിതനായിരുന്നു. അച്യുതമേനോൻ സെക്രട്ടേറിയറ്റിൽ അച്യുതമേനോൻ 5 ദിവസം ഉണ്ടാവുമായിരുന്നു. ആര് വന്നാലും അവർക്ക് മുഖ്യമന്ത്രിയെ കാണാം, ഏത് കാര്യം അദ്ദേഹത്തോട് സംസാരിക്കാം. ഈ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം മുഖ്യമന്ത്രിയെ കാണാം. വിനയാന്യതരായ മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ആ സംഭവം ഇന്നത്തെ പോലെ നമ്മളെ ചാനലുകളും ഏർപ്പാടുകളും ഇല്ലല്ലോ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അദ്ദേഹം ഗവർണർ കൂടെ മുകളിൽ നിന്ന് താഴത്തിറങ്ങി, എന്നിട്ട് ഡ്രൈവറോടും മറ്റ് എല്ലാ ജീവനക്കാരോടും പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാനിനി മുഖ്യമന്ത്രിയല്ല. അപ്പോൾ ഗവർണർ പറഞ്ഞു, സർ നിങ്ങൾക്ക് ഒരാഴ്ച കൂടി ഉപയോഗിക്കാം, വാഹനങ്ങളെല്ലാം ഒരാഴ്ച കൂടി ഉപയോഗിക്കാം. ഉദ്യോഗസ്ഥന്മാരും നോ, ഞാൻ ഇന്നു മുതൽ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല. അന്ന് അദ്ദേഹം ഇറങ്ങി വന്ന് നമ്മുടെ ഇന്നത്തെ ഭാരത് ഭവൻ, അന്ന് രാജ്ഭവൻ, ആ രാജ്ഭവന്റെ മുമ്പിൽ വെച്ച് ഒരു പോലീസുകാരൻ പിടിച്ചെടുത്ത് ഓട്ടോറിക്ഷയിൽ അദ്ദേഹം വന്നു ഈ പാർട്ടി ഓഫീസിൽ. കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കറിയാം. അതിനുശേഷം അദ്ദേഹം പോയി സാധാരണ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ തൃശ്ശൂരിലേക്ക്. എന്ന് പറഞ്ഞാൽ ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് ചേ ഗുവേര, അതുപോലെ തന്നെ ഫിഡൽ കാസ്ട്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഭാഗങ്ങളെല്ലാം അദ്ദേഹം കളി കാണാനും പ്രസംഗം കേൾക്കാനും മൈതാനത്ത് പോയിരിക്കുമായിരുന്നു ജനങ്ങളുടെ കൂടെ. അതുപോലെ നമ്മൾ കണ്ടു കേരളത്തിൽ ഫിഡൽ കാസ്ട്രോയുടെ അതേ പകർപ്പുള്ള ഒരാൾ 49 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ നടന്നു പോകുന്ന ഒരു നേതാവിനെ കണ്ടു. അതാണ് നമ്മളെല്ലാം പറയുന്ന ഫിഡൽ കാസ്ട്രോ. അതുപോലെ ജനങ്ങളുടെ ഇടയിൽ കൂടെ നടന്നു പോയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് കല്യാണത്തിന് പോയപ്പോൾ കയ്യിലുള്ള കാശ് തീരെ തികഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ഡയറിയിൽ എഴുതി വെച്ചു, ഒരു 100 രൂപ കൊടുക്കണമായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, 25 രൂപയുള്ളൂ. എനിക്കാകെ ഒരു മനസ്സിന് വിഷമം, 100 രൂപ കൊടുക്കണം, പാവപ്പെട്ടയാളാണ്, പക്ഷെ എനിക്കതല്ലേ പറ്റുന്നുള്ളൂ. അതാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നും നമ്മളെ പ്രവർത്തിച്ചു ജീവിച്ചു കാണിച്ചു തന്ന ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കിന്നും മാതൃകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അഭിമാനത്തോടെ പറയാം, സഖാവ് അച്യുതമേനോന്റെ പാർട്ടിയാണ്, സഖാവ് കൃഷ്ണപ്പിള്ളിയുടെ പാർട്ടിയാണ്, നമ്മുടെ നാട്ടിൽ PKB പാർട്ടിയാണ്. ഈ പാർട്ടി ജനസേവനത്തിന് മാതൃക മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല, ഐക്യമുന്നണി പ്രസ്ഥാനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തട്ടാതെ മുട്ടാതെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത നേതാവിന്റെ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഈ പാർട്ടി. ആ പാർട്ടിയുടെ നേതാവായ സഖാവ് അച്യുതമേനോന്റെ ഓർമ്മ ഒരിക്കലും മരിക്കാത്ത ഓർമ്മ നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരങ്ങൾ അർപ്പിക്കുന്നു.